ട്രിഗർ ഷീറ്റിൻ്റെ ഫസ്റ്റ് ലോങ് റൈഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് കൊറോണയുടെ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റൈഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് ആക്കേണ്ട ഒരു പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കുറച്ച് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഗൂളിക്കടവ് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നൈസ് ജേണി. നമ്മുടെ ഈ റൈഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? യാത്രകൾ എന്നും എൻ്റെ വികാരമായിരുന്നു. ഓരോ യാത്രയിലും പുതിയ അനുഭവങ്ങൾ കിട്ടും. ഇതിൽ ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അതേപോലെ പുതിയ അനുഭവങ്ങൾ, പല ആൾക്കാർ, പല വഴിയിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഒരേ മാനസിക യാത്രയോടുള്ള പ്രണയം, അതാണല്ലോ എല്ലാവരും പുതിയ അനുഭവം തന്നെയാണ് ഓരോ യാത്ര. താങ്ക് യു. അപ്പോൾ നമ്മുടെ യാത്രയെക്കുറിച്ച് ഒന്ന് അടിപൊളിയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. കുറേ ആൾക്കാരെ, ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരെ കണ്ടു. അടിപൊളിയാണ്. അടുത്ത് പറഞ്ഞു പല ആൾക്കാരെയും കാണാൻ പറ്റും. പിന്നെ നമ്മൾ യാത്രയുടെ ഒരു സന്തോഷം അതന്നെ. നമ്മുടെ യാത്രയെക്കുറിച്ച് രണ്ടു വാക്ക്. യാത്രകൾ എന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതിലൂടെ പല അനുഭവങ്ങളും ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാം കിട്ടും. പുതിയ പുതിയ അനുഭവങ്ങൾ, അനുഭൂതികൾ എല്ലാം വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ യാത്രയെക്കുറിച്ചൊന്ന് പറയൂ. എന്താണ്, യാത്ര വളരെ രസകരമായിരുന്നു. എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ വളരെ എന്താണ് ഉഷാറാക്കി നമുക്ക് അടിപൊളിയാക്കാം അല്ലേ? പറഞ്ഞോ. അടിപൊളി യാത്രയാണ്. പിന്നെ വേറെ TSRൻ്റെ ഒപ്പം ഞാൻ 2-3 യാത്ര ചെയ്തിട്ടുണ്ട്. ഒക്കെ അടിപൊളി സ്റ്റാൻഡേർഡ് ആയിരുന്നു. സെറ്റാണ്. നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് മുസ്തഫക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് കേൾക്കാം. സന്തോഷമാണ് എല്ലാവരും വന്നതിന്. പിന്നെ എല്ലാവരും ഒരു സുഖല്ലേ, രസല്ലേ. നമ്മുടെ ഗ്രൂപ്പിന്റെ റൈസോനു എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? യാത്രയെ പറ്റി പറയണെങ്കിൽ അതാണ് നമ്മുടെ ജീവന്. യാത്ര കഴിഞ്ഞിട്ടുള്ള വേറെ പരിപാടി. ഇന്നത്തെ റൈഡിനെ കുറിച്ച് പറയും. ഇന്നത്തെ റൈഡിന് എന്താ, പുതിയ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി, പുതിയ അനുഭവങ്ങള്, പുതിയൊരു എക്സ്പീരിയൻസ് ആയി.